ഓരോ നിമിഷങ്ങളിലും ഓരോ മരണവാർത്തകൾ നമ്മളെ തേടി വരികയാണ്. നമ്മളെ കൂടെ ജോലി ചെയ്തവർ, നമ്മൾ കണ്ട് പരിചയമുള്ളവർ, നമ്മളെക്കാൾ പ്രായം കുറഞ്ഞവർ, നമ്മുടെ സഹപാഠികൾ, നമ്മുടെ മാതാപിതാക്കൾ, അങ്ങനെ ഓരോരുത്തരായി നമ്മിൽ നിന്ന് പിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓരോ മരണവാർത്തയും അതേപോലെ തന്നെ ഓരോ ജനാസ നമസ്കാരങ്ങളും ഖബർ സന്ദർശനവുമെല്ലാം ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഖബർ കാണുമ്പോഴെല്ലാം ശക്തമായി കരയുമായിരുന്നു എന്നും കണ്ണീര് അദ്ദേഹത്തിന്റെ താടി രോമങ്ങളിലൂടെ ഒലിച്ച് ഇറങ്ങുന്നത് കാണാമായിരുന്നു എന്നൊക്കെ സഹാബികൾ രേഖപ്പെടുത്തിയതായിട്ട് കാണാം. അള്ളാഹുവിന്റെ റസൂലിന്റെ സദസ്സിൽ നരകശിക്ഷയെ പറ്റി പറയുമ്പോഴോ നരകത്തെ പറ്റി വിവരിക്കുമ്പോഴോ ഇല്ലാത്ത രൂപത്തിലുള്ള സങ്കടവും കരച്ചിലുമെല്ലാം ഖബർ കാണുമ്പോൾ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഉണ്ടാകുന്നത് എന്ന് സഹാബത്ത് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു മറുപടി ഉണ്ട്. ഖബറാണ് പരലോകത്തെ ആദ്യത്തെ സ്റ്റേഷൻ. അവിടെ നിന്ന് ഒരാൾ രക്ഷപ്പെട്ടാൽ, അവിടെ കാര്യങ്ങൾ എളുപ്പമായാൽ അവിടുന്ന് അങ്ങോട്ടൊക്കെ എളുപ്പമായിരിക്കുമെന്നാണ്. അവിടെ പ്രയാസമാണെങ്കിൽ പിന്നെ അവിടുന്ന് അങ്ങോട്ടൊക്കെ പ്രയാസമായിരിക്കും. അതുകൊണ്ടാണ് ഖബർ ആലോചിച്ചുകൊണ്ട് ഞാൻ കരയുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ മരണം എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉറപ്പിച്ചു പറയാൻ പറ്റിയൊരൊറ്റ കാര്യമുള്ളൂ. ഞാനിപ്പോ ഈ മിമ്പറമെന്ന് ഞാൻ ഒരു ആരെയും സഹായമില്ലാതെ കയറിയതാണ്. ഇനി ഒരു സഹായം കൂടാതെ ഞാൻ ഇവിടുന്ന് ഇറങ്ങുമെന്ന് പോലും എനിക്ക് പറയാൻ സാധ്യമല്ല. കാരണം ഒരു സ്ട്രോക്ക് വരാൻ, ഒരു അറ്റാക്ക് വരാൻ, ഞാൻ ഈ മെമ്പറിന്ന് കുഴഞ്ഞു വീണ് മരിക്കാം, അല്ലെ, ഇവിടെ തളർന്ന് വീഴാം. അങ്ങനെയൊക്കെ എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് കാണിക്കാൻ പറ്റും. അതുകൊണ്ട് ഒരു കാര്യവും നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. ഉറപ്പിച്ച് പറയാൻ പറ്റിയൊരൊറ്റ കാര്യമുള്ളൂ, ഞാൻ മരിക്കുമെന്ന്, നിങ്ങൾ മരിക്കുമെന്ന് മാത്രമേ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുള്ളൂ. വേറൊരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. അത്രയും ഉറപ്പുള്ള ഒരു യാഥാർത്ഥ്യമാണ് മരണം എന്നത്. എന്നിട്ട് ആ മരണം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ സോഷ്യലിസമാണ് മരണത്തിൽ. ഇവിടെ പൈസക്കാരനെന്നോ പാവമെന്നോ ആരോഗ്യമുള്ളവനെന്നോ ആരോഗ്യമില്ലാത്തവനെന്നോ ഒരു ആളുകളുടെ ഇവരെ ഒരു വ്യത്യാസമില്ലാത്ത കാര്യമാണ്. എല്ലാവരും മരിക്കും. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. എല്ലാ ആത്മാവും മരണത്തെ രുചിക്കുക തന്നെ ചെയ്യുന്നതാണ്. വനബുലൂകും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന. നന്മ കൊണ്ടും തിന്മ കൊണ്ടും നിങ്ങളെ നാം പരീക്ഷിക്കുന്നതാണ്. വഇലൈനാ തുർജഊൻ. നമ്മിലേക്കാണ് നിങ്ങൾ മടങ്ങുന്നത്. ആരെങ്കിലും മരിക്കാതിരിക്കേണ്ടിരുന്നെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ മരിക്കാതിരിക്കേണ്ടിരുന്നു. വമാ ജഅൽനാ ലിബശരിൻ മിൻ ഖബ്ലികൽ ഖുൽദ്. നിനക്ക് മുമ്പ് ആർക്കും നാം ശാശ്വതത്വം, അനശ്വരത നൽകിയിട്ടില്ല. നമ്മുടെ ഒരു ചിരഞ്ജീവിയായിട്ട് ആരും ഇല്ല എന്നാണ്. നിനക്ക് മുമ്പുണ്ടായിട്ടില്ല, അതിന് ശേഷം ഉണ്ടാവില്ല എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങൾ, ഇതൊരു ഉറപ്പായ കാര്യം. എവിടെ വെച്ച് നിങ്ങൾ എവിടെ പോയി ഒളിച്ചാലും മരണം നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും. കെട്ടിയുണ്ടാക്കിയ കോട്ടക്കുള്ളിൽ പോയി ഒളിച്ചാലും മരണം നിങ്ങളെ പിടികൂടുമെന്നാണ്. അത് വളരെ നേരത്തെ തീരുമാനിക്കപ്പെട്ട കാര്യമാണ്. ഇതിലൊരു സംശയമില്ല. എല്ലാവരും ജനിക്കുന്നതിന്റെ 4 മാസം മുമ്പ് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, കണക്കാക്കപ്പെടുന്നുണ്ട്. അതേപോലെ 50,000 വർഷം, ഈ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെടുന്നതിന് 50,000 വർഷം മുമ്പ് കാര്യങ്ങൾ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് എന്നാണ്. അതുകൊണ്ട് ഇതൊക്കെ ഡേറ്റ് തീരുമാനിച്ചു കഴിഞ്ഞതാണ്. ഇതിന് പുതിയ തീരുമാനങ്ങളൊന്നും ഇതിന് വരാൻ. എവിടെ പോയിരുന്നാലും അത് സംഭവിക്കുക തന്നെ ചെയ്യും. ഒരു സെക്കൻഡ് പോലും അവധി എത്തിക്കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് പോലും അള്ളാഹു അവധി എന്തെങ്കിലും നീട്ടിക്കൊടുക്കൂല. അതുകൊണ്ട് അങ്ങോട്ടോ ആവില്ല, കറക്റ്റ് ആയിരിക്കും. ഇത് മുമ്പേ തീരുമാനിച്ചതാണ്. ഒരാളും ഇതിന് രക്ഷപ്പെടൂല. എവിടെ വെച്ചാണെങ്കിലും അത് സംഭവിക്കുക തന്നെ ചെയ്യും. എവിടെ, എങ്ങനെ, എപ്പോ എന്നതിൽ മാത്രമേ ചില അവ്യക്തതകളുള്ളൂ. എവിടെ വെച്ചായിരിക്കും, അത് എപ്പോഴായിരിക്കും, ഏതൊരവസ്ഥയിലായിരിക്കും എന്ന് മാത്രമേ എന്തെയുള്ളൂ നമുക്ക് അറിയേണ്ടതുള്ളൂ. ബാക്കിയൊക്കെ തീരുമാനിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത്രയും ഉറപ്പുള്ളൊരു കാര്യം, എല്ലാ ആസ്വാദനങ്ങളെയും തകർത്ത് കളയുന്നതാണ് മരണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
ഹാദിമിൽ ലദ്ദാത്ത്. എല്ലാ ആസ്വാദനങ്ങളെയും തകർത്ത് കളയുന്ന ആ മരണത്തെക്കുറിച്ച് നിങ്ങൾ ധാരാളമായി ഓർക്കുവിൻ. അത് അവനാണ് ഏറ്റവും വിജയിക്കാൻ പോകുന്നത്, ഏറ്റവും ബുദ്ധിമാൻ അവനാണ്. ആര്? മരണത്തെ ധാരാളമായി ഓർക്കുന്നതാണ്. കാരണം മരണാനന്തര ജീവിതത്തിന് തയ്യാറെടുക്കുന്ന ഒരാൾ. കാരണം അതാണ് യാഥാർത്ഥ്യം. ഇത് കുറച്ചു കാലം ഒരു പരീക്ഷണം മാത്രമാണ്. ശരിയായ ജീവിതം മരണത്തിന് ശേഷമുള്ള ജീവിതമാണ് എന്ന ശരിയായൊരു തിരിച്ചറിവുള്ള ആളെ സംബന്ധിച്ചിടത്തോളം അയാൾ അതിനു വേണ്ടി തയ്യാറെടുക്കും. അപ്പൊ അതുകൊണ്ട് അതിന് തയ്യാറെടുക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാണെങ്കിൽ നമ്മൾ അതിനെപ്പറ്റി ആലോചിക്കണം. നമ്മുടെ മരണത്തെക്കുറിച്ച് അതെവിടെ എങ്ങനെയായിരിക്കും, ഏതവസ്ഥയിലാണ് ഞാൻ മരണപ്പെടുക. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ ഇപ്പം മരിക്കുമ്പോൾ ലായിലായില്ലെന്ന് ചെല്ലിയ സ്വർഗത്തിലാണെന്ന് പറയണമെങ്കിൽ ആ മരിക്കുന്ന ഒരു സന്ദർഭത്തിൽ പലപ്പോഴും ചില രോഗികൾക്ക് നമ്മൾ കാണുന്നതാണ്. നമ്മൾ നല്ല ഈമാനും വിശ്വാസമൊക്കെ ഉണ്ട് എന്ന് വിചാരിക്കുന്ന ആളുകൾക്ക് പോലും നമ്മൾ മരണത്തിന്റെ സന്ദർഭത്തിൽ ആ പ്രയാസത്തിന്റെ അവസ്ഥയിൽ അവർക്ക് കെലിമ ചെല്ലാൻ പ്രേരിപ്പിക്കുമ്പോൾ ചില ആളുകൾ ചെല്ലൂല. അപ്പോ ആ സമയത്ത് ചെല്ലുക എന്നുള്ളത് അത് ആ നേരത്ത് മാത്രം ഒരാൾക്ക് കെലിമെല്ലാം കഴിയില്ല. ജീവിതത്തിൽ ദിക്റുകളും ഖുർആനിനോടുമെല്ലാം ആ ഒരു തരത്തില് നല്ലൊരു സമീപനം വെച്ച് പുലർത്തുന്ന ആൾക്കേ ഒരു പ്രയാസം ഉണ്ടാവുമ്പോൾ കെലിമെല്ലാം കഴിയുള്ളൂ. ചെല്ലിത്തന്നാലും ചെല്ലാൻ കഴിയും, തൗഫീക്ക് കിട്ടൂല. അപ്പൊ അതിനോട് അങ്ങനത്തെ ഒരു മാനസിക നിലപാട് അല്ലാഹുവിനും റസൂലിനും നമ്മുടെ ജീവിതത്തിൽ എന്തൊരു വിലയാണ് നൽകുന്നത്, കൽപ്പിക്കുന്നത് എന്നതിനനുസരിച്ചായിരിക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കെലിമ ചെല്ലാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ചെല്ല എന്നത് നമുക്ക് ഒരാൾ ചെല്ലിത്തന്നാൽ അത് ചെല്ലാൻ പറ്റുക എന്നത് നമുക്ക് ഈസി ആയിട്ട് തോന്നുമെങ്കിലും അതത്ര ഈസി അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ ജീവിതത്തിലെ നിലപാട് എന്താണ് എന്നതിനനുസരിച്ചായിരിക്കും നമ്മളെ അന്ത്യനിമിഷങ്ങൾ തീരുമാനിക്കപ്പെടുക. അതുകൊണ്ട് എന്ത് ചെയ്യുക, പരമാവധി നല്ല രൂപത്തിൽ ജീവിക്കാൻ ഏതൊരു അവസ്ഥയിലാണ്, ഏതൊരു സമയത്താണ് നമ്മൾ തിരിച്ചു വിളിക്കപ്പെടുക. നമ്മൾ ഏതൊരു കർമ്മം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും നമ്മൾ ആലോചിക്കേണ്ടത് എന്താണ്, ഈ ഒരു അവസ്ഥയിൽ മരണപ്പെടാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ ഒരു അവസ്ഥയിൽ മരണപ്പെട്ടാൽ നമ്മൾ പരലോകത്ത് അപമാനിക്കപ്പെടില്ലേ എന്ന് നമ്മൾ ആലോചിച്ചാൽ മതി. അതുകൊണ്ട് ഓരോ സെക്കൻഡും നമ്മൾ ആ ഒരു ബോധത്തോടു കൂടി ജീവിക്കുമ്പോൾ നല്ലൊരു മരണത്തിന് വേണ്ടി നമുക്ക് തയ്യാറെടുക്കാൻ കഴിയും. അതേപോലെ തന്നെ എല്ലാവരും അള്ളാഹു പറയാണ് എന്താണ്, നിങ്ങളൊരാൾക്ക് മരണം ഹാജരാകുമ്പോൾ എന്ന് പറയാണ് എന്താണ്, ഇതൊക്കെ അള്ളാഹു ഖുർആനിൽ എത്ര വ്യക്തമായിട്ടാണ് പറയണത്. ഇതേ മരണം ഹാജരാകുന്ന സന്ദർഭത്തിൽ റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തുമ്പോൾ അവൻ പറഞ്ഞേക്കുമെന്നാണ്, എന്റെ രക്ഷിതാവേ കുറച്ചൊരു സമയം എനിക്ക് നീ നീട്ടിത്തരാത്തത് എന്താണ് നീട്ടിത്തരാത്തത്? എന്നാലോ എന്താണ്, ഞാൻ സ്വതക്ക നൽകാം, ഞാൻ സ്വാലിഹീങ്ങളിൽ പെട്ടവനാകാം. ഞാൻ കുറച്ചൊരു സമയം എനിക്ക് നീട്ടിത്തരികയാണെങ്കിൽ ഞാൻ സ്വതക്ക നൽകാൻ, ഞാൻ സ്വാലിഹീങ്ങളിൽ പെട്ടവനാകാൻ ശ്രമിക്കാം എന്ന് മരിക്കുന്ന സന്ദർഭത്തിൽ ജനങ്ങൾ പറയുമെന്ന് അല്ലാഹു പറയും. അപ്പൊ എല്ലാവരും ആ ഒരു ഖേദത്തോടു കൂടി മരിക്കാതിരിക്കാൻ, മരിക്കുന്ന സന്ദർഭത്തിൽ ആ മലക്കുകൾ വന്ന് സമാധാനത്തോടു കൂടി സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ച് മലക്കുകൾ ഇറങ്ങി വരും എന്നാണ് അല്ലാഹു പറഞ്ഞത് വിശ്വാസികളുടെ മേൽ. അപ്പൊ അതല്ലാത്തവർ അങ്ങേറ്റ പ്രയാസം, ഇവിടുന്ന് പോകാൻ തയ്യാറാവില്ല, അടിച്ചിട്ടൊക്കെ അവരുടെ റൂഹിന് അവരെ മേലെ നിന്ന് ഇറക്കിയെടുക്കുക. അതേപോലെ തന്നെ അവർ പറയും എന്ത്, എന്നെ കുറച്ചുകൂടി നീട്ടിത്തരിയുന്നു. സഹോദരങ്ങളെ, അങ്ങനെ പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായിട്ട് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് മലക്കുകൾ ഇറങ്ങി വളരെ സമാധാനപരമായി നല്ല സന്തോഷത്തോടു കൂടിയുള്ള ഒരു മരണമാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. പിന്നെ എന്തായാലും മരണത്തിനൊരു പ്രയാസം ഉണ്ടാവും, മരണത്തിനൊരു വേദന ഉണ്ട്. ഇന്നലിൽ മൗതി സക്കറാത്ത് എന്നാണ് അല്ലാഹുവിന്റെ റസൂൽ പോലും മരിക്കുന്ന സന്ദർഭത്തിൽ അവിടുന്ന് പറഞ്ഞത് കായിട്ട് കാണാൻ, ഹദീസുകളിൽ കാണാൻ, മരണത്തിന് അതിശക്തമായ വേദന ഉണ്ട്. നോക്കി, ആരെങ്കിലും അതിൽ നിന്ന് രക്ഷപ്പെടുകയാണെങ്കിൽ അത് അല്ലാഹുവിന്റെ റസൂലാണ് രക്ഷപ്പെടേണ്ടത്. പക്ഷേ അത് അല്ലാഹുവിന്റെ റസൂലിന് പോലും അത് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് മരണവെപ്രാളം, സക്രാത്തുൽ മൗത്ത് എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണെന്നാണ്, അതിനാരും രക്ഷപ്പെടൂല. അതുകൊണ്ട് അതൊക്കെ നമ്മൾ ഫേസ് ചെയ്ത് അത് പരമാവധി സോഫ്റ്റ് ആകണമെങ്കിൽ, പരമാവധി അത് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാകണമെങ്കിൽ സഹോദരങ്ങളെ അതിനനുസരിച്ച് നമ്മൾ ജീവിക്കണം. അതുകൊണ്ട് അതിനുള്ള പ്രാർത്ഥന നമ്മൾ നോക്കി, മരണത്തിന്റെ സന്ദർഭത്തിൽ പോലും പിശാച്, നമ്മൾ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച പ്രാർത്ഥനയാണ് മരണത്തിന്റെ സന്ദർഭത്തിൽ ശൈത്താൻ എന്നെ ബാധിക്കാതിരിക്കാൻ ഞാൻ നിന്നോട് കാവലിനെ തേടുന്നു എന്നൊക്കെ നമ്മൾ പ്രാർത്ഥന അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു. മരണത്തിന്റെ സന്ദർഭത്തിൽ പോലും പിശാച് ഒരാളെ വഴിതെറ്റിക്കാൻ ശ്രമിക്കുമെന്നാണ്. അതുകൊണ്ടാണ് മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് പറഞ്ഞത്, എപ്പോഴാണ് ഒരു വിശ്വാസി സമാധാനിക്കാൻ പാടുള്ളൂ അറിയോ, തന്റെ 2 കാലും സ്വർഗത്തിൽ
കാരണം ഫുള്ള് ട്രയലുകളാണ് ജീവിതത്തിൽ അല്ലെ. മരിക്കുന്ന റൂഹെടുക്കുന്ന ആ സന്ദർഭത്തിൽ പോലും പിശാച് നമ്മളെ തെറ്റിക്കാൻ ശ്രമിക്കുമെന്നാണ്. അതിനകത്ത് അതാണ് പിശാചിന്റെ ജോലി. പിന്നെ അവിടുന്ന് അങ്ങോട്ട് പരലോകം, ഇവിടുന്നൊക്കെ രക്ഷപ്പെട്ട് സ്വർഗത്തിലെത്തി എന്ന് നമ്മളെ കാലിങ്ങനെ സ്വർഗത്തിൽ കണ്ടാലേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, ഒരു സമാധാനം, വിശ്രമിക്കാൻ വേണ്ടി നമുക്കൊരു സമാധാനം കിട്ടുള്ളൂ എന്ന് പറഞ്ഞതുപോലെ അതൊരു യാഥാർത്ഥ്യമാണ്. കാരണം പിശാച് അവസാന നിമിഷം വരെ നമ്മളെ അതിൽ നിന്ന് തെറ്റിക്കാൻ ശ്രമിക്കുമെന്നാണ്. അതുകൊണ്ട് നമ്മൾ നിസ്കാരത്തിലെ പ്രാർത്ഥനകളിൽ പോലും ഫിത്നത്തിൽ മഹ്യാ വൽ മമാതി, ജീവിതത്തിലെയും മരണത്തിന്റെയും ഫിത്നകളെ തൊട്ട്, മരണത്തിന് വലിയ ഫിത്നകളുണ്ട്, പരീക്ഷണങ്ങളുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, അതൊക്കെ ബോധപൂർവമായ ഒരു പ്രാർത്ഥന ആ വിഷയത്തിൽ നമ്മുടെ മനസ്സിലുണ്ടാകണം. മാത്രമല്ല മരണത്തിന് ശേഷം അങ്ങേ മരണാനന്തര ജീവിതം, അത് ബർസഖ്, ഖബറിൽ നിന്ന് തുടങ്ങിയ ആ മരണാനന്തര ജീവിതം എന്ന് പറയുന്നത് അത് പിന്നെ അവസാനിക്കാത്ത പേടിയാണ്. ഒരു അവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, നല്ല രൂപത്തിൽ ജീവിക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം, എല്ലാവരും നമ്മളെ മറവുമാടാൻ എല്ലാവരും വരും, കുടുംബക്കാരും എല്ലാവരും ഉണ്ടാവും, നാട്ടുകാരും ഫ്രണ്ട്സൊക്കെ ഉണ്ടാവും, സഹോദരങ്ങൾ. അവരൊക്കെ പിരിഞ്ഞു പോയി കഴിഞ്ഞാൽ ആ കാലച്ച കേൾക്കുമെന്നാണ്, കേൾപ്പിച്ചു കൊടുക്കുമെന്നാണ് ഹദീസിൽ കാണുന്നത്. ഖബറാളി ആളുകൾ പിരിഞ്ഞു പോണ കാലച്ച കേൾക്കുമെന്നാണ്. പിന്നെ മലക്കുകൾ അവിടെ ഹാജരാകും. മൻ റബ്ബുക മൻ നബിയുക എന്ന ചോദ്യങ്ങൾ തുടങ്ങുമെന്നാണ്. ആ ചോദ്യങ്ങളിലൊന്നും കൃത്യമായ ഒരു ഉത്തരം പറയാൻ ജീവിതം കൊണ്ട് അങ്ങനെ ഒരു ജീവിതം നമുക്ക് അടയാളപ്പെടുത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ, അവിടെ പൗരത്വം എന്താണെന്നോ പാസ്പോർട്ട് എന്താണെന്നല്ല ചോദിക്കുക. എനിക്ക് ഇന്ത്യൻ പാസ്പോർട്ട് ഉണ്ടോ, എനിക്ക് ഇന്ത്യൻ പൗരത്വം ഉണ്ടോ, എനിക്ക് അമേരിക്കൻ പൗരത്വം ഉണ്ടോ എന്നല്ല ഖബറിൽ ചോദിക്കുക. ഇവിടെ NRC വന്നുകൊണ്ട് പൗരത്വം നഷ്ടപ്പെട്ടോ അല്ലെങ്കിൽ വോട്ടില്ലാതായിന്നോ, ഇവിടെ എന്തൊക്കെ നേടി എന്നല്ല ചോദിക്കുക. ദുനിയാവിൽ സ്വന്തമായിട്ട് വണ്ടി ഉണ്ടായിരുന്നോ, കാറുണ്ടായിരുന്നോ, വീടുണ്ടായിരുന്നോ എന്നല്ല ചോദിക്കുക. എന്ത് ഉത്തരമാണ് മുർസലുകൾക്ക്, അള്ളാഹുവിന്റെ ദൂതന്മാർക്ക് നിങ്ങൾ എന്തുത്തരമാണ് ജീവിതം കൊണ്ട് നൽകിയത് എന്നതാണ് ഖബറിലെ ചോദ്യം. ആ ചോദ്യത്തിന് എന്തു മറുപടിയാണ് പറയാനുള്ളത് എന്ന് നമ്മൾ ഇപ്പോ ആലോചിക്കണം സഹോദരങ്ങളെ. അതുകൊണ്ട് ആ മലക്ക് വരുമെന്നാണ്. അവസാനം എല്ലാവരും ഖബറിന്ന് പോയി പിരിഞ്ഞു പോയി കഴിഞ്ഞാൽ ആ മലക്ക് വരുമെന്നാണ്. എന്നിട്ട് അവിടെ നടക്കുന്ന ആ ജഡ്ജ്മെന്റ്, ഒരു ചോദ്യോത്തരം ഉണ്ട് അവിടെ. ആ പരീക്ഷയിൽ സഹോദരങ്ങളെ തോറ്റു കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് അങ്ങോട്ട് പീഡനമാണ്, ശിക്ഷയാണ്. അങ്ങനെ നരകത്തിന്റെ ഒരു വാതിലങ്ങോട്ട് തുറക്കുമെന്നാണ് ആ ഖബറിലേക്ക്. പിന്നെ ഖിയാമത്ത് നാള് പ്രതീക്ഷിച്ച്, വിചാരണ പ്രതീക്ഷിച്ച്, എന്തെങ്കിലും വിചാരണയിൽ അള്ളാഹു വല്ല കാരുണ്യവും കാണിച്ചേക്കുമോ എന്നുള്ള ഒരു പ്രതീക്ഷന്റെ മേലെ മാത്രമാണ് പിന്നത്തെ ആ കടത്തം. ചെയ്ത കർമ്മങ്ങളുടെ തടവില് ആ ഖബറില് നരകത്തിന്റെ ഒരു വാതിലും തുറന്നിട്ട് അങ്ങേയറ്റത്തെ പ്രയാസത്തിൽ ഖിയാമത്ത് നാൾ വരെ പ്രതീക്ഷിച്ചുകൊണ്ട് ആ ഖബറിൽ കിടക്കേണ്ടി വരും. ഒരു വിചാരണ കാത്തുകൊണ്ട് നമ്മളെ കിടക്കുന്ന അവസ്ഥകൾ ആലോചിക്കുക. ഇതൊക്കെ സത്യമാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് നമ്മൾ ആദ്യത്തെ ഒരു എന്താ പറയാ മഹ്ശറയാണ് ഒരാളെ സംബന്ധിച്ചിടത്തോളം ഖബർ എന്നത്. പിന്നെയാണ് വലിയ മഹ്ശറ വരിക. അതുകൊണ്ട് ഇതൊക്കെ സത്യമാണ്. അതേപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു യാഥാർത്ഥ്യം, മരണം എന്നത് ഉറപ്പാണ്. അത് അള്ളാഹു കൃത്യമായിട്ട് രേഖപ്പെടുത്തിയതനുസരിച്ച് സംഭവിക്കുള്ളൂ. ഒരാൾ ആത്മഹത്യ ചെയ്യാൻ ഞാൻ മരിക്കുകയാണ്, എൻ്റെ റൂഹ് ഞാൻ തന്നെ എടുക്കുകയാണെന്ന് വിചാരിച്ചിട്ടാണ് ഒരാൾ ആത്മഹത്യ ചെയ്യുന്നത്. അങ്ങനെ ആത്മഹത്യ ചെയ്ത് എത്രയോ ആളുകൾ ആത്മഹത്യയിൽ നിന്ന് രക്ഷപ്പെട്ടവരുണ്ട് അല്ലെ. ആത്മഹത്യ ചെയ്തിട്ട് മരിക്കാൻ പറ്റാതെ പോയവർ. ഒരാളെ കൊല്ലണമെന്ന് പോലും നമ്മൾ തീരുമാനിച്ച് എല്ലാം തിരുപ്പത അവിടെ റഹീമിന്റെ വിധി വന്നു അല്ലെ. എല്ലാവരും 36 കോടി രൂപ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് ആളുകൾ പിരിച്ചു. സത്യത്തില് ഇസ്ലാമില് എന്താണ് കിസാസ് എന്ന് പറയുന്നത്, അതായത് ഇങ്ങനത്തെ ഒരാൾക്ക് ജീവന് പകരം പൈസ കൊടുത്തു വാങ്ങിയിട്ട്, മോചനദ്രവ്യം വാങ്ങിയിട്ട് ഒരാളെ മോചിപ്പിക്കുക എന്നത് ഇസ്ലാമിലെ ശിക്ഷാ രീതിയാണ്. വലക്കും ഫിൽ ഹയാത്തി ഖിസാസുൻ യാ ഉലിൽ വലക്കും ഫിൽ ഖിസാസി ഹയാത്തുൻ യാ ഉലിൽ അൽബാബ് എന്ന സൂറത്ത് ബഖറയിൽ ആയത്ത് കാണാം. എന്താണ്, അങ്ങനെ വാങ്ങി നിങ്ങൾ ഒരാളെ കൊലപാതകത്തിൽ നിന്ന് ഒഴിവാക്കുന്നതിൽ നിങ്ങൾക്ക് ജീവനുണ്ട് എന്നാണ് പറഞ്ഞത്. ഒരാളെ മരണത്തിൽ നിന്ന് ഒഴിവാക്കി കൊടുക്കുമ്പോൾ അതിൽ നിങ്ങൾക്ക് ജീവനുണ്ട്, അല്ലയോ ബുദ്ധിയുള്ളവരെ എന്ന് പറയും. നിങ്ങൾ ആലോചിച്ച് നോക്കി, സാധാരണഗതിയിൽ മോചനദ്രവ്യം വാങ്ങുക എന്താണ്, ഇപ്പോൾ ഞാനാണ് കൊല നടത്തിയതെങ്കിൽ എനിക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു തുകയാണ് ചോദിക്കുള്ളൂ. എനിക്ക് കൊടുക്കാൻ പറ്റാത്തൊരു തുക ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ, കൊടുക്കാൻ കഴിയില്ലല്ലോ. എനിക്കും എൻ്റെ കുടുംബത്തിനും കൊടുക്കാൻ പറ്റിയൊരു സംഖ്യയാണ് സാധാരണഗതിയിൽ ചോദിക്കുക. എന്നാൽ ഈ കുടുംബം 36 കോടി ചോദിച്ച് എന്തിനാ അറിയങ്ങൾ? ഒരിക്കലും കൊടുക്കാതിരിക്കാനാണ്. ഓനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ്. ഓനെ കൊല്ലണം, ഓന് വധശിക്ഷ കിട്ടണം, അവൻ വധിക്കപ്പെടണം എന്നാഗ്രഹിച്ച് നിർബന്ധമായി അവൻ കൊല്ലപ്പെടണം എന്ന വാശിയുള്ളത് കൊണ്ടാണ് ആ കുടുംബം 36 കോടി ചോദിച്ചത്. പക്ഷെ അള്ളാഹു കൊല്ലാൻ തീരുമാനിച്ചിട്ടില്ല. അതാണ്, ഒരാളെ വധിക്കാൻ, ഒരാളെ കൊലപ്പെടുത്തുന്നത് തീരുമാനിച്ചാൽ പോലും അയാളുടെ അവധി എത്തിയാൽ അയാൾ മരിക്കുള്ളൂ. അതിന് ഉദാഹരണമാണ് റഹീമിന്റെ സംഭവം. കാരണം അവനെ കൊല്ലണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് അവന് കൊടുക്കാൻ കഴിയാത്ത ഒരു വലിയ തുക മോചനദ്രവ്യമായി ആവശ്യപ്പെട്ടത്, അവനെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. എന്നിട്ടത് പിരിച്ചു കൊടുത്തു. വളരെ സന്തോഷമുള്ള കാര്യമാണ്. പക്ഷെ അവിടെ എല്ലാവർക്കും പാഠമുണ്ട്.
അവിടെ ചോദിച്ചവർക്കും നൽകിയവർക്കൊക്കെ എന്തുണ്ട്? അതിൽ പാഠമുണ്ട്. കാരണം അള്ളാഹു ഒരു അജല് എത്തി, അജല് രേഖപ്പെടുത്തപ്പെട്ട ഒരു അജലെത്തുമ്പോൾ മാത്രമേ ഒരാൾ മരിക്കുള്ളൂ. വേറെ ആര് മരിക്കണം കൊല്ലണം തീരുമാനിച്ചാലും ഒരാളെ കൊല്ലാൻ ഒരാൾക്കും കഴിയില്ല. അത് അള്ളാഹു കൃത്യമായി രേഖപ്പെടുത്തിയ കാര്യമാണ്. അതേപോലെ തന്നെ സഹോദരൻ, അവസാനമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരൊറ്റ പോയിന്റ് കൂടി, മരണത്തിന് മരണമുണ്ട്. മരണത്തിനും ഒരു മരണമുണ്ട്. അത് വലിയൊരു യാഥാർത്ഥ്യമാണ്. മരണത്തിന് മരണമുണ്ട്. ഈ മരണം അവസാനിക്കുന്ന, മരണമില്ലാത്തൊരു സമയം വരും. നരകാവകാശികൾ നരകത്തിലേക്കും സ്വർഗാവകാശികൾ സ്വർഗത്തിലേക്കും മാറ്റപ്പെട്ട് നരകത്തിൽ അല്പമെങ്കിലും തൗഹീദുള്ള, ഈമാനിന്റെ കടുകുമണിയുള്ള ആളുകളെ, തൗഹീദുള്ള ആളുകളെ, ശിർക്ക് ചെയ്യാത്ത ആളുകളെ അവസാനം നരകത്തിൽ നിന്ന് മോചിപ്പിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുവരുമെന്നാണ്. പിന്നെ നരകത്തിന്റെ കവാടം അടക്കപ്പെടും. ഒരു ആടിന്റെ രൂപത്തിൽ അവിടെ മരണത്തെ കൊണ്ടുവരുമെന്നതാണ്. അങ്ങനെ മരണത്തെ അവിടെ അറുക്കപ്പെടും. ഇനി ആർക്കും മരണമില്ല എന്നാണ്. ഇനി ആർക്കും മരണമില്ല. അതുകൊണ്ട് മരിക്കണമെന്ന് ആഗ്രഹിച്ചാൽ നരകാവകാശികൾ മരിക്കാത്ത ഒരവസ്ഥ, ആ ശിക്ഷ കാലാകാലമായിരിക്കും. അങ്ങനെ മരണത്തിനും മരണമുണ്ട് എന്ന ഒരു ബോധത്തോടു കൂടെ ഈ കിട്ടിയ ആയുസ് പരമാവധി അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ച് ജീവിക്കാൻ പരമാവധി ഉപയോഗപ്പെടുത്തുക. നമുക്ക് ചുറ്റും തിന്മകളാണ്, ചുറ്റും തിന്മകളാണ്. തിന്മകൾ നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വിചാരിക്കുന്ന രൂപത്തിലല്ല പലപ്പോഴും നമ്മുടെ മക്കളും തലമുറകളും എല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും വിളിച്ചാലും എല്ലാവരും പരാതികളാണ്. മക്കളെ കുറിച്ച്, ഭാര്യയെ കുറിച്ച്, എന്താണ്, എല്ലാവർക്കും പരാതികളാണ്. ഞാൻ വിചാരിച്ച പോലെ ആകും, ഞാൻ വിചാരിച്ച പോലെ എൻ്റെ മക്കൾ വളരുന്നില്ല, അല്ലെങ്കിൽ പള്ളിയിൽ കാണുന്നില്ല, മൊബൈലിൽ കളിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ ഫുൾ ടൈം ഫുട്ബോളാണ്, മുടി വളർത്തി നടക്കുകയാണ്, പറഞ്ഞതൊന്നും അനുസരിക്കുന്നില്ല. പരാതിയാണ്. വാപ്പാനെ പറ്റി എന്താണ്, വാപ്പാനെ പറ്റി എപ്പോഴും പരാതിയാണ്. വാപ്പ ഇങ്ങനെ തൊട്ടീനും പറഞ്ഞതിനൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും, പള്ളിയിൽ പോകണം, നിസ്കരിക്കണം, ഇതല്ലാതെ ഒന്നും പറയാനില്ലേ. ഒരു ടൂറ് പോയാൽ അവിടെ ചെന്നാൽ അങ്ങോട്ട് നോക്കരുത്, ഇങ്ങോട്ട് നോക്കരുത്, അതിലെ പോകാൻ പാടില്ല, ഇതിലെ പോകാൻ പാടില്ല, ടൂർ ഓരപ്പം പോകണ്ട, ഇപ്പം എൻ്റെ ഒപ്പം പോന്നാൽ മതി. അങ്ങനെ അവിടെ കൂൾബാറിൽ പോയി ചാടിക്കാൻ പാടില്ല, ഇവിടെ കോഫി കുടിക്കാൻ പാടില്ല. അങ്ങനെ എല്ലാം ഒരു എന്താ പറയാ, ഒരു പിന്തിരിപ്പൻ, ഒന്നും ആസ്വദിക്കാൻ സമ്മതിക്കാത്ത മാതാപിതാക്കളാണ് എന്ന് കുട്ടികൾ പരാതി പറയുന്ന ഒരു കാലഘട്ടം. അല്ലെങ്കിൽ കുട്ടികൾ, മാതാപിതാക്കളോ നമ്മൾ വിചാരിച്ച പോലെ ആകുന്നില്ല. എല്ലാവർക്കും സങ്കടമാണ്. അപ്പൊ സഹോദരങ്ങളെ, ഞാൻ മനസ്സിലാക്കേണ്ടത് ഫിത്ന അങ്ങേയറ്റത്തെ ഫിത്ന, ഓരോ തലമുറ കഴിയും തോറും ഫിത്ന കൂടി വരുമെന്നാണ്. അതുകൊണ്ട് അല്ലാഹു റസൂൽ പറഞ്ഞത് എന്താണ്, അവസാന കാലം വരുമ്പോൾ ദീനനുസരിച്ച് ജീവിക്കാൻ ഒരു നമ്മൾ തീന്റെ കഷ്ണം, തീര് കനൽ നമ്മൾ ഉള്ളം കയ്യിൽ പിടിച്ചത് എത്ര പ്രയാസകരമാണോ അത്രമേൽ പ്രയാസമായിരിക്കും എന്ത്, ദീനനുസരിച്ച് ജീവിക്കുക എന്നുള്ളത്. അതുകൊണ്ട് അല്ലാഹു റസൂൽ സന്തോഷ വാർത്ത അറിയിക്കണം. എന്താണ് സന്തോഷ വാർത്ത? അവർക്ക്, നിങ്ങൾ ആ വരുന്ന ആളുകൾക്ക് എന്റെ സന്തോഷ വാർത്ത അറിയിക്കണം. അവരിൽ ഒരാളുടെ കർമ്മത്തിന് 50 പേര് ചെയ്യുന്ന കർമ്മങ്ങളുടെ പുണ്യമുണ്ടാകുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സന്തോഷ വാർത്ത അറിയിച്ചപ്പം സഹാബത്ത് ചോദിക്കാണ്, അത് അവരിൽ നിന്നുള്ള 50 പേരാണോ അതോ ഞങ്ങളിൽ നിന്നുള്ള 50 പേരുടെ പ്രതിഫലമാണോ അവർക്കുണ്ടാവുക എന്നാണ്. അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ മറുപടി എന്താ അറിയോ? നിങ്ങളിൽ നിന്നുള്ള 50 പേരുടെ പ്രതിഫലം. അന്നത്തെ കാലത്ത് ഒരാൾക്കുണ്ടാകും, ഒരാളൊരു നന്മ ചെയ്താൽ ആ പ്രവർത്തനത്തിന് 50 ആളുടെ പ്രതിഫലം, 50 സഹാബികളുടെ പ്രതിഫലം ഉണ്ടാകുന്ന ഒരു കാലം വരുമെന്ന് അല്ലാഹുവിന്റെ റസൂല് ആ ജന്നത്തുൽ ബഖീയിൽ വെച്ചിട്ട് അവിടെ സഹാബികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അതുകൊണ്ട് ഓരോ തലമുറ വരുന്തോറും പരീക്ഷണങ്ങൾ കൂടുമെന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇതൊക്കെ രക്ഷപ്പെടാനുള്ള മാർഗം എന്താണ്? അത്തിഉല്ലാഹ വ അത്തിഉർ റസൂല. അല്ലാഹുവിനെ അനുസരിക്കുക, അല്ലാഹുവിന്റെ പ്രവാചകനെ അനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തുക. മരണമെന്നത് യാഥാർത്ഥ്യമാണ്. അതേത് സമയത്ത് എവിടെ വെച്ച് എപ്പോൾ പിടികൂടിയാലും നമ്മുടെ പരലോകം സേഫ് ആയിരിക്കണം, നമ്മുടെ ഖബർ ജീവിതം സുരക്ഷിതമായിരിക്കണം. അവിടെ നമ്മൾ ശിക്ഷിക്കപ്പെടാൻ പാടില്ല, അവിടെ നമുക്ക് ഒരു പ്രയാസം ഉണ്ടാകാൻ പാടില്ല. ഈ ജീവിതത്തിൽ എന്തൊക്കെ പ്രയാസങ്ങളും പ്രതിസന്ധികളും പരാജയങ്ങളും ഏൽക്കേണ്ടി വന്നാലും സഹോദരങ്ങളെ, നാളെ പരലോകം നഷ്ടപ്പെടുത്തുന്ന, അവിടെ പരാജയപ്പെടുന്ന, അവിടെ പിന്നിലേക്ക് പോകുന്ന, അവിടെ നമുക്ക് വലിയ നഷ്ടങ്ങൾ സംഭവിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിക്കൂടാ എന്ന് മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ ഒരു ജീവിതം എന്ന് പറഞ്ഞ അത്രേ ഉള്ളൂ സഹോദരങ്ങളെ. അള്ളാഹുവിന്റെ റസൂലിനനുസരിച്ച് ഈ തൗഹീദ് വിടാതെ അള്ളാഹുവിനെ മാത്രം ആരാധിച്ച്, അവനോട് മാത്രം പ്രാർത്ഥിച്ച്, അവനെ മാത്രം സത്യം ചെയ്ത്, അവന് മാത്രം നേർച്ച നേർന്ന് നമ്മൾ ഈ പറഞ്ഞ നിസ്കാരം കാര്യങ്ങൾ ഇബാദത്തുകളുമായി നമ്മൾ മുന്നോട്ട് പോയാൽ തീർച്ചയായും ഒരു പരീക്ഷണം എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ജീവിതത്തിൽ ഒരു ഖൈറ് വരും. അതിന് നമ്മൾ നന്ദി കാണിക്കുക. എന്തെങ്കിലും ഒരു മെച്ചം, ഒരു അനുഗ്രഹം, ഒരു സന്തോഷം നമുക്ക് ജീവിതത്തിൽ ദുന്യവിയായ എന്തെങ്കിലും ഒരു മെച്ചം നമുക്ക് കിട്ടിയാൽ അതിന് നമ്മൾ പടച്ചവനോട് നന്ദി കാണിക്കുക. അത് നമ്മൾ സഹജീവികൾക്ക് നമ്മളോട് കാരുണ്യം കാണിക്കുക. ഒരു പരീക്ഷണം, ഒരു പ്രയാസം, ഒരു ഇടങ്ങേറ്, ഒരു ബുദ്ധിമുട്ട്, അത് മാനസികമാകട്ടെ ശാരീരികമാകട്ടെ നമുക്ക് വന്നാൽ അതിന് നമ്മൾ ക്ഷമിക്കുക. ഇത് പടച്ചവന്റെ പരീക്ഷണമാണ്, അതിന് പടച്ചവൻ കൂലി തരും. അതിന് വിശ്വാസിക്ക് വജബല്ലി അംറിൽ മുഅ്മിൻ, മുഅ്മിന്റെ കാര്യം അത്ഭുതമാണ്. അവനൊന്നും നഷ്ടമല്ല. അവനൊരു പ്രയാസം ഉണ്ടായാൽ അവൻ ക്ഷമിക്കും, ഒരു സന്തോഷം ഉണ്ടായാൽ അവൻ ശുക്ർ ചെയ്യും. രണ്ടാവും ഒരു വിജയമാണ്. ഈ ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് നമ്മൾ ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ട്
നമുക്ക് എല്ലാ പ്രയാസങ്ങളും നമ്മൾ ക്ഷമിച്ച് പടച്ചോന്റെ തവക്കൽ ചെയ്താൽ അതൊക്കെ പ്രതിഫലമായി മാറും. എന്തെങ്കിലും സന്തോഷം ഉണ്ടായി കഴിഞ്ഞാൽ അതിന് നമ്മൾ നന്ദി കാണിച്ച് ആ പടച്ചോനെയുള്ള സന്തോഷങ്ങൾ വർദ്ധിപ്പിച്ചു തരും. ഈ ഈമാനും ഈ വിശ്വാസോന്നത്തും നിലനിർത്തി നമ്മൾ മുന്നോട്ട് പോയാൽ നാളെ നമ്മുടെ ജീവിതം രക്ഷയായിരിക്കും. ഖബറിലും വിചാരണയിലും എല്ലാം അവിടെ നമ്മുടെയൊക്കെ കാര്യങ്ങൾ എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ എല്ലാം പ്രയാസമായിരിക്കും. വലിയ നഷ്ടക്കാരായിക്കൊണ്ട് നരകത്തിൽ പതിക്കുന്ന അവസ്ഥയുണ്ടാകും. അതിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണം. അതിനുള്ളതാണ് ഈ ജീവിതവും ഈ ഓർമ്മപ്പെടുത്തലൊക്കെ. അത് നമ്മൾ നിരന്തരം എത്ര നമ്മൾ ഫലം ചെയ്യൂല നമ്മൾ ഒരിക്കലും വിചാരിക്കരുത്. മക്കളാകട്ടെ, ഭാര്യയാകട്ടെ, കുടുംബക്കാരാകട്ടെ, നിരന്തരം പറഞ്ഞു കൊടുക്കുക. അതാണ് പ്രവാചകന്മാരുടെ പാരമ്പര്യം. അതാണ് ഈ പ്രവാചകന്മാരാണ് ഏറ്റവും ഉന്നതന്മാരായ ആളുകൾ. ഈ ലോകത്തിലെ ഏറ്റവും ഉന്നതന്മാരാരാണ്? അമ്പിയാക്കന്മാരാണ്. അത് എന്തുകൊണ്ടാണ്? അവർ ചെയ്ത പണി അതാണ്. അള്ളാഹുവിന്റെ റസൂല് ആ സഹിച്ച ത്യാഗങ്ങളും പ്രയാസങ്ങളും കൊണ്ടാണ് സഹോദരങ്ങളെ നമുക്ക് ഈ ദീന് കിട്ടിയത്. നമുക്കിത് പറയാൻ സാധിക്കുന്നത്, ഇങ്ങനെ ജീവിക്കാൻ സാധിക്കുന്നത് അള്ളാഹുവിന്റെ റസൂൽ എടുത്ത എഫർട്ട് കൊണ്ടാണ്. അതുകൊണ്ട് ഈ ഒരു സത്യം വിളിച്ചു പറയാന്നുള്ളത്, അത് നമ്മൾ പകർന്നു കൊടുക്കുക എന്നുള്ളതാണ് ലോകത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം. അതുകൊണ്ട് ഒരിക്കലും നിരാശപ്പെടരുത്. ഈ സത്യത്തിന്റെ മാർഗത്തിലേക്ക് നമ്മൾ നിരന്തരം അവസാന ശ്വാസം വരെ എന്തൊക്കെ പ്രതിസന്ധി ഉണ്ടായാലും ഇത് പ്രബോധനം ചെയ്തുകൊണ്ടിരിക്കുക, ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കുക. അത് കുടുംബത്തിൽ നിന്ന് തുടങ്ങി നാട്ടുകാരോടെല്ലാം നമ്മൾ എന്ത് ചെയ്യുക? നമുക്ക് ചുറ്റും ജീവിക്കുന്ന സഹജീവികളോട് ഈ ഒരു വലിയ സത്യം, അവരെ നരകത്തിൽ ചെന്ന് പതിക്കാതിരിക്കാൻ നമ്മളത് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുക. അള്ളാഹു നമ്മളെയും നമ്മുടെ കുടുംബത്തെയും എല്ലാം നാളെ നരക ശിക്ഷയിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. ജന്നാത്തുൽ ഫിർദൗസിൽ ഏറ്റവും ഉന്നതമായ ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവാചകന്മാരുടെ കൂടെ, സ്വാലിഹീങ്ങളുടെ കൂടെ, സാബിഖീങ്ങൾ, മുഹാജിറുകളുടെയും അൻസാറുകളുടെയും കൂടെ ആ സ്വർഗത്തിൽ പ്രവേശിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ജീവിതത്തിൽ എന്തെല്ലാം പ്രയാസങ്ങൾ നമ്മൾ നേരിട്ടാലും അത് ഏറ്റവും വലിയ പ്രയാസം നമ്മൾ മനസ്സിലാക്കേണ്ടത്, പൊതുവെ നമ്മളൊരു ആംഗിൾ എന്ന് പറഞ്ഞാൽ ദുന്യാവിന്റെ ഒരു ആംഗിളാണ്. ഒരു പ്രയാസം എന്ന് പറയുമ്പോൾ ഭൗതികമായ പ്രതിസന്ധികളും ഭൗതികമായ പരീക്ഷണങ്ങളെയാണ് നമ്മളെപ്പോഴും ഒരു ബുദ്ധിമുട്ടും പ്രയാസവുമായി കാണുന്നത്. എന്നാൽ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പരീക്ഷണം എന്നത് അവന്റെ ദീനുള്ള പരീക്ഷണമാണ്. ഈമാൻ കുറയാൻ, കർമ്മങ്ങൾ കുറഞ്ഞു പോവുക, ശരിയായ ഇഖ്ലാസോടുകൂടി കർമ്മങ്ങൾ ചെയ്യാൻ സാധിക്കാതെ പോവുക, ഇതൊക്കെയാണ് ഏറ്റവും വലിയ പരീക്ഷണം. കാരണം നാളെ നമ്മൾ ചെയ്തു എന്ന് ആശ്വസിച്ച് നമ്മൾ സൽക്കർമ്മങ്ങൾ ചെയ്ത് നമ്മൾ കുറച്ചൊക്കെ സമാധാനമായി നാളെ ആ വിചാരണക്ക് എത്തുമ്പോൾ നമ്മുടെ കർമ്മങ്ങളൊന്നും സ്വീകരിക്കപ്പെടാത്ത ഒരവസ്ഥ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അത് അങ്ങേയറ്റത്തെ നഷ്ടമാണ്. ചെയ്തതൊന്നും സ്വീകരിക്കാത്തൊരവസ്ഥ ഉണ്ടാകുക. പരീക്ഷ എഴുതിയിട്ട് ആ ഉത്തരമൊന്നും മാർക്ക് കിട്ടാതെ പോവുക എന്നറിയില്ല, അതേപോലത്തെ ഒരു അവസ്ഥ ഉണ്ടാകുക. അതിൽ ഏറ്റവും നമ്മൾ കാണേണ്ടത് തൗഹീദാണ്. ശിർക്ക് കലർന്നു കഴിഞ്ഞാൽ കർമ്മങ്ങൾ സ്വീകരിക്കും. എത്ര കർമ്മങ്ങൾ ചെയ്താലും, നമ്മൾ എത്ര നോമ്പ് നോറ്റാലും എത്ര നിസ്കരിച്ചാലും അതൊന്നും സ്വീകരിക്കപ്പെടുന്നതല്ല. ശരിയായ തൗഹീദ്, അല്ലാഹു മാത്രമാണ് ആരാധിക്കപ്പെടാൻ അർഹൻ. ഏത് പ്രതിസന്ധിയിലും അള്ളാഹിനെ മാത്രമേ വിളിക്കാൻ പാടുള്ളൂ. ഔലിയാക്കന്മാരെയോ തങ്ങന്മാരെയോ ബീവിമാരെയോ അവർക്ക് അദൃശ്യം അറിയുമെന്നോ അവർക്ക് ഗൈബ് അറിയുമെന്നോ അള്ളാഹുവിന്റെ ഏതെങ്കിലും സിഫത്തുകൾ അവർക്കുണ്ട് എന്നോ നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ തന്നെ സഹോദരങ്ങളെ, നമ്മളെ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടൂല. അതുകൊണ്ട് അതിൽ നിന്ന് നമ്മൾ മുക്തമാകണം. രണ്ടാമത്തത്, നമ്മൾ ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരിക്കലും കർമ്മങ്ങൾ ചെയ്യും. നല്ല ഇഖ്ലാസോടുകൂടി ചെറിയൊരു കർമ്മമാണെങ്കിലും പടച്ചോന്റെ തൃപ്തി കിട്ടണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പരമാവധി കർമ്മങ്ങൾ, ഇബാദത്തുകളാണെങ്കിൽ അത് അല്ലാഹുവിന്റെ റസൂൽ എങ്ങനെയാണോ ചെയ്തത്, ഹജ്ജിന് പോവുകയാണ്, ഉംറക്ക് പോവുകയാണെങ്കിൽ, ഏത് നിസ്കാരമാകട്ടെ, നോമ്പാകട്ടെ, ഏത് ഇസ്ലാമിലെ ആരാധനകൾ അതൊക്കെ അല്ലാഹുവിന്റെ റസൂൽ എങ്ങനെയാണോ ചെയ്തത് അതേപോലെ ചെയ്യുമ്പോഴേ കൂലി കിട്ടുള്ളൂ. അതേപോലെ തന്നെ അതിന്റെ നിയ്യത്ത് നന്നാക്കുക. ജീവിതത്തിൽ ഒരിക്കലും ശിർക്കും കുഫറും വരാതെ നമ്മൾ ശ്രദ്ധിക്കുക. ശിർക്ക് എന്നത് എല്ലാ കർമ്മങ്ങളെയും തകർത്ത് കളയുമെന്നാണ്. നമുക്ക് ഒരു പരലോകത്തൊരു പ്രതീക്ഷയില്ല. ഏറ്റവും വലിയ നിർഭാഗ്യവാനാണ് ശിർക്കിൽ മരിക്കുക എന്നുള്ളതാണ്. കാരണം അല്ലാഹുവിന്റെ ഒരു കാരുണ്യവും നാളെ പരലോകത്ത് പ്രതീക്ഷിക്കേണ്ടതില്ല എന്നാണ്. അതുകൊണ്ട് ആ വിഷയം ഗൗരവമായി തന്നെ നമ്മൾ കാണുക. അല്ലാഹു സുബ്ഹാനഹു വ തആല മുവഹിദുകളായി ജീവിച്ചുകൊണ്ട് ഈ തൗഹീദ് പ്രബോധനം ചെയ്തുകൊണ്ട് മുവഹിദായി തന്നെ